ജനങ്ങളെന്നെ പൊട്ടന്മാരാണോ? ഇവിടെ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നുണ്ട്. നമ്മള് ജനങ്ങളാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ വരുന്ന ഒരു ദിവസം വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം മാത്രമേ നമുക്കുള്ളൂ. പിന്നീട് എന്ത് സംഭവിക്കുന്നോ അതിനൊന്നും യാതൊരു ഉത്തരവാദിത്തങ്ങളോ യാതൊരു ബോധവും നമുക്കില്ല. നമ്മളെ ബാധിക്കുന്നില്ല എന്നതിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു വിലയില്ലാത്ത രീതിയിലാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ. ഇതാരാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? തൃശ്ശൂരും മറ്റത്തൂരും എന്താണ് സംഭവിച്ചത്? 8 അംഗങ്ങളാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. അത് പണം വാങ്ങിയിട്ട്. മിക്ക ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പോകുന്നത് പിന്നെ അവർ സ്വതന്ത്രനായി നിന്ന് ജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കാം. ഇത് പാർട്ടിയുടെ കഷ്ടപ്പാടിൽ എത്ര ദിവസത്തെ അഘോരമായ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടി നേതാക്കന്മാരും പാർട്ടി അണിയറ പ്രവർത്തകരും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങള് പാർട്ടിയുടെ ചിഹ്നത്തില് ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് കുത്തിയിട്ട് ആ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ ഈ സംസ്ഥാനം നടക്കുന്നത്. നമ്മളെയൊക്കെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇപ്പൊ ഈ 8 പേർക്ക് കോൺഗ്രസ് ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജനങ്ങൾ ആരായി? പൊട്ടന്മാരോ അതോ ഊമ്പന്മാരോ? ഒരു വിലയില്ലേ ജനങ്ങൾക്ക്? ജനങ്ങളുടെ അത് ജനാധിപത്യ രാജ്യത്ത് ഈ ജനങ്ങള് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങളുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കോ ജനങ്ങളുടെ വോട്ടിനോ യാതൊരു വിലയില്ലാതാക്കി മാറ്റി. ഈ വക നിയമങ്ങൾ എടുത്ത് മാറ്റണ്ടേ പണ്ടേ? ഒരു പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അന്തസ്സായിട്ട് രാജിവെച്ച് പോണം. അപ്പൊ ആ സ്ഥാനവും അതിന്റെ കൂടെ തന്നെ ഒഴിഞ്ഞു പോണം. അതല്ലേ വേണ്ടത്. അതിന് പകരം മറ്റൊരാളെ കണ്ടെത്തണം. ഇലക്ഷൻ നടക്കണം, റീ ഇലക്ഷൻ നടക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ അതിന് പകരം തോന്നുമ്പോ മറുകണ്ഠം ചാടാക്കി പിന്നെ ഈ ഇലക്ഷനൊക്കെ എന്ത് വിലയുള്ളത്? ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യന്റെ വോട്ടിന് എന്ത് വിലയുള്ളത്? ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ മൂല്യപ്പെട്ട ഒന്നാണ് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ടിന് യാതൊരുവിധ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ പ്രതിഷേധം അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം അറിയിക്കാനുള്ള ഏറ്റവും വലിയൊരു അവകാശമാണ് ഈ വോട്ട്. ആ വോട്ടിന് യാതൊരു വിലയില്ലാതാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഈ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ചെയ്യുന്ന വ്യക്തി അവിടെ തന്നെ നിൽക്കുവോ അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത പാർട്ടിയിലേക്ക് പോകുമെന്ന് എന്താണ് ഉറപ്പ്? ഇങ്ങനെ പോയാൽ ആര് വോട്ട് ചെയ്യും? ഇനി അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്. എന്ത് വിശ്വസിച്ച് നമ്മൾ വോട്ട് കുത്തും? ആരെ നമ്മൾ വിജയിപ്പിക്കുന്ന ആള് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെ നമ്മൾ വിശ്വസിച്ച പാർട്ടിയിൽ നിൽക്കുന്നു എന്താണ് ഉറപ്പ്? നിനക്കൊക്കെ നട്ടല്ലെങ്കിൽ വാഴപ്പിണ്ടിങ്ങിലൊക്കെ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടെന്ന് പറയായിരുന്നു. അതുപോലും ഇല്ല. ഈ കോൺഗ്രസിൽ നിൽക്കണ ഏതെങ്കിലും ഒരെണ്ണം കഴിവുള്ളതുണ്ടോ? അറിയില്ല എന്നിട്ട് ചോദിക്കുക. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാല് വെട്ടാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും പൈസക്ക് വേണ്ടി പൈസ ആരെവിടെ കൊടുക്കണോ അവിടെ കമ്മന്നടിച്ച് നക്കി വീഴാനല്ലാതെ നിനക്കൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? വ്യക്തിപരമായ ഒരു പാർട്ടിയെ അധിക്ഷേപിക്കാനല്ല. ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല, ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. തെറ്റ് കണ്ട എവിടെയാണെങ്കിലും പറയും, ശരി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത് ചെയ്ത് അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിനെ അധിക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കരുത്. പക്ഷെ ഞാൻ പറയാം, എന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഞാൻ പറയാണ്, കുറച്ചെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് അത് കോൺഗ്രസ് ആയിരുന്നു. കാരണം വ്യക്തിപരമായിട്ട് അവരൊരു പ്രശ്നങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എനിക്ക് അവരോടൊരു ബഹുമാന സ്നേഹം ഉണ്ടായിരുന്നത് ഇത്രയും കാലം. പക്ഷെ വാഴപ്പിണ്ടിയാണ്, എല്ലാത്തിനും വാഴപ്പിണ്ടിയാണ്. നട്ടല്ലെന്ന് പറഞ്ഞ ഒറ്റെണ്ണത്തിനില്ല. കുറെ സ്ത്രീ വിഷയങ്ങൾ ഉണ്ടാക്കാനും കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാരെ കുതുകാല് വെട്ടാനും ഈ മറുകണ്ഠം ചാടാനല്ലാതെ കോൺഗ്രസിൽ ഒരെണ്ണത്തിന് നട്ടല്ലെന്ന് പറഞ്ഞില്ല. നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തൂടെ? അല്ല ഈ പാർട്ടിയുടെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാണ്ട് പോയി തൂങ്ങി ചത്തൂടെ? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. നാളെ അത് ഉളുപ്പില്ലാത്ത പരിപാടി. എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഇത്ര നിൽക്കട്ടെ. എനിക്കൊക്കെ വായിലിടാൻ ഇപ്പൊ ഇത്രയോ മതി. ഒരു നാറിയ പാർട്ടിയാണ്.